ഹലോ ഗൈസ്, ലാലേട്ടൻ ഫാൻസ് എല്ലാവരും ഇവിടെ വാ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ഇത് കണ്ടാൽ സന്തോഷമാവും. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്നാണല്ലോ പണ്ട് ആരോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലാലേട്ടനെ കാണാനുള്ള ആഗ്രഹം ഒരാൾക്ക് സാധിച്ചു കൊടുത്തൊരു ദിവസം. എനിക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണെന്ന്. 3 കൂട്ടുകാർ ഒന്നിച്ചാലുള്ള അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന 3 ലെജൻഡ്സ് ഒന്നിച്ചാലുള്ള അവസ്ഥ നമ്മൾ പറയേണ്ട കാര്യമില്ല. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും സീനിയറായ പ്രിയദർശനും ക്ലാസ്മേറ്റായ സുരേഷ് കുമാറും ഒന്നിച്ചുള്ള കളിച്ചും ചിരിച്ചും കളിയാക്കിയുള്ള ഒരു കിണ്ണം കാഴ്ച. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു സിനിമ, അതൊരു തമിഴ് സിനിമ. അതിന്റെ പേര് കരയി തൊടാതെ കര തൊട്ടില്ല. നമ്മൾ മുമ്പോട്ട് പോവാണ്. അതിന്റെ ഇൻസ്പിറേഷനാണ് കരയെ തൊടാതെ ഇലകളുടെ സ്ക്രിപ്റ്റ്. എക്സാക്ട്ലി, അതിന്റെ ഇൻസ്പിറേഷൻ. അന്ന് മുതലേ ഇത്തരം ഒരു കഥ വേറൊരു കഥയിലേക്ക് മാറ്റാൻ തൽപരനായിരുന്നു. ആ സമയം കൊണ്ട് കുത്തി കുറിക്കും. ഇത് തന്നെയാണ് പരിപാടി. ഏത് പടമാണെങ്കിലും സ്ക്രിപ്റ്റ് ബാത്റൂമിൽ പോകും, എന്നിട്ട് അവിടുന്ന് ടോയ്ലറ്റ് പേപ്പർ വലിച്ചു വെച്ച് ഇങ്ങോട്ട് അതിന്റെ പുറത്തിട്ടാണ് എഴുതുന്നത്. കുറച്ച് കൂടുതലാണ്. കൂടുതലല്ല, സത്യം. ഒരു പ്രാവശ്യം 5-6 പ്രാവശ്യം അല്ലേ അങ്ങനെ അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ലല്ല, അതിന്റെ ക്ലൈമാക്സ് ഒഴിച്ചുള്ള സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ക്ലൈമാക്സ് ഒഴിച്ച് മുഴുവൻ. ക്ലൈമാക്സ് ഉണ്ടായിരുന്നു, ബാക്കിയൊന്നും എനിക്കറിയില്ല എന്താ ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി മുഴുവൻ ഞാൻ എഴുതിയില്ല. ഇതുവരെ നമ്മൾ ആരും കാണാത്തൊരു ലാലേട്ടൻ നമുക്കതിൽ കാണാം. ആദ്യം നമുക്ക് ഇത്രയും നല്ല കിടുക്കാഴ്ച ഇൻ്റർവ്യൂ സമ്മാനിച്ച ജനൻ ടി വിക്ക് ഒരു വലിയ താങ്ക്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലാലേട്ടൻ ഫാൻസിൻ്റെ കാര്യം. ലാലേട്ടനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഫാൻസ് തന്നെയുണ്ട്. ആ കൂട്ടത്തിലാണ് എൻ്റെ പ്രിയതമയും. അവളും ലാലേട്ടൻ്റെ ഒരു ബിഗ് ഫാനാണ്. ലാലേട്ടനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴൊക്കെയോ അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാനുള്ള പോക്കാണ് ഈ പോക്ക്. ഇതാ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിനടുത്തുള്ള ഗോകുലം ഗ്രാൻഡ്. ഇവിടെയാണ് ലാലേട്ടനും പ്രിയദർശനും സുരേഷ് കുമാറും വരുന്നത്. അവിടെ പോകാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിത്യയോടും, നിത്യ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയതമായോ കാമുകിയോ വൈഫെന്നോ ഒക്കെ പറയാം, അപ്പോൾ നിത്യയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടനെ കാണാൻ വിളിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഞാൻ പോവാണേ. ഓക്കെ, ബൈ. അങ്ങനെ ഇപ്പോൾ ഗോകുലം ഗ്രാൻഡ് എത്തിയിട്ടുണ്ട്. ഗോകുലം ഗ്രാൻഡിൻ്റെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് അകത്തോട്ട് കയറി. ലാലേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല. ലാലേട്ടൻ്റെ കൂടുതൽ ആൾക്കാരെയൊന്നും ഇവിടെ കാണാനില്ല. എന്തായാലും ലാലേട്ടൻ എത്തിയിട്ടില്ലെങ്കിലും ഇത്രയും കൃത്യനിഷ്ഠയുള്ളൊരു കുട്ടി നിത്യ നേരത്തെ തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട്. നോക്കുമ്പോൾ നിത്യയെ കൂടാതെ വേറെ ഒരുപാട് ഫാൻസ് ഇവിടെ ലാലേട്ടൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെയൊന്നും അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ലാലേട്ടൻ കൃത്യസമയത്ത് എത്തി. ലാലേട്ടനും പരിവാരങ്ങളൊക്കെ എത്തി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മാത്രമേ ലാലേട്ടനും ഒന്ന് ഫ്രീ ആവുള്ളൂ. അതിനുശേഷമാണ് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കാനായിട്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് ഷൂട്ടിംഗ് എല്ലാം വളരെ ഗംഭീരമായിട്ട് അവസാനിച്ചു. അങ്ങനെ ലാലേട്ടനും ബാക്കി ടീംസ് എല്ലാവരും ഫുൾ ഫ്രീ ആയിട്ടുണ്ട്. ഇനി വേണം ലാലേട്ടനെ മര്യാദയ്ക്കൊന്ന് കാണാനും ഒന്ന് പറ്റുകയാണെങ്കിലും സംസാരിക്കാനും പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ലാലേട്ടനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്താണ്. പക്ഷേ നിർഭാഗ്യകരം അതൊന്നും നേരെ കിട്ടിയിട്ടില്ല. കുറേ ചെരുപ്പും അത്തപ്പൂക്കളും അങ്ങനെ ഫൈനലി നമ്മൾ ലാലേട്ടനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. ഒരു ഷേക്ക് ഹാൻഡ് എടുത്തു. അങ്ങനെ നിത്യയ്ക്കും വളരെ സന്തോഷമായി, എനിക്കും ഒരുപാട് സന്തോഷമായി. ലാലേട്ടനൊപ്പം നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ നിത്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു മൊമെൻറ്റ്. അത് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഞാനും ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ലാലേട്ടനെ ഇതുപോലെ നിങ്ങളും ലാലേട്ടൻ ഫാനാണോ? നിങ്ങൾക്കും ലാലേട്ടനൊപ്പം നിൽക്കാനും ഫോട്ടോ എടുക്കാനും ആഗ്രഹമുണ്ടോ? കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി അറിയിക്കും. പിന്നെ വീഡിയോ മൊത്തം ആകെ ഒരു ക്രിഞ്ചാണ്, അഡ്ജസ്റ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.